ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈ PSC. നമ്മളുടെ 30 ഡേയ്സ് ഇംഗ്ലീഷ് മാസ്റ്റർ ക്ലാസ്സിന്റെ ഡേ 6th ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗ്സിനെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് നോക്കാം. എ ക്വസ്റ്റ്യൻ ടാഗ് ഈസ് എ ഷോർട്ട് ക്വസ്റ്റ്യൻ ആഡഡ് ടു ദ എൻഡ് ഓഫ് എ സ്റ്റേറ്റ്മെന്റ്. ഒരു സ്റ്റേറ്റ്മെന്റിന് ശേഷം ചേർക്കുന്ന ചെറിയൊരു ക്വസ്റ്റ്യനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വിളിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കുന്നത്? ഒരു ഇൻഫർമേഷനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കാര്യം ശരിയല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ എഗ്രിമെന്റ് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ ആണ് ഷീ ഈസ് കമ്മിങ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോടൊപ്പം ഈസിൻഡ് ഷീ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കുന്നു എന്നുള്ളത്. അതായത് അവൾ വരുന്നുണ്ടോ എന്ന് അവൾ വരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം വരുന്നില്ലേ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ഉറപ്പല്ലേ എന്ന് നമ്മൾ ചോദിക്കില്ലേ, അതുപോലെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്നതാണ് ഈസിൻഡ് ഷീ എന്ന് പറയുന്നത്. ഇത് നമ്മൾ സാധാരണയായിട്ടും ഫോർമൽ ഇംഗ്ലീഷുകളിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. സ്പോക്കൺ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഇൻഫോർമൽ റൈറ്റിങ്ങിലും ഒക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ടാഗുകൾ ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ടു കൺഫേം സംതിങ്, ഒരു സാധനം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. അതായത് നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്, അത് ശരിയല്ലേ, അത് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും എടുത്തു ചോദിക്കുന്നവയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്വസ്റ്റ്യൻ ടാഗുകൾ എന്ന് വിളിക്കുന്നത്. യു ആർ കമ്മിങ് വിത്ത് അസ്, ആരെഞ്ചു, നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ, ഇല്ലേ എന്ന് നമ്മൾ ചോദിക്കില്ലേ, ആ സാധനമാണ്. ഓക്കെ, നമ്മൾ ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഒരു ഇൻഫർമേഷൻ, നമുക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കാറുണ്ട്. ഹി ലിവ്സ് ഹിയർ, അവൻ ഇവിടെ താമസിക്കുന്നു അല്ലേ, അവൻ ഇവിടെ അല്ലേ താമസിക്കുന്നത് നമ്മൾ ചോദിക്കില്ലേ, അത്. ഓക്കെ, ടു കീപ് എ കോൺവെർസേഷൻ ഗോയിങ്, ഒരു കോൺവെർസേഷൻ ഇങ്ങനെ പോകുന്നവർക്ക് നമുക്ക് അതിനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാം. ഇറ്റ്സ് എ ലവ്ലി ഡേ, അതായത് നമ്മളൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊരു നല്ല വെതറാണല്ലോ എന്ന് നമ്മൾ പറഞ്ഞിട്ട് പറയും അല്ലേ എന്ന് നമ്മൾ ചോദിക്കില്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ ചോദിക്കുന്നതിന്, അങ്ങനെ നമ്മൾ ഒരു കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ക്വസ്റ്റ്യൻ ടാഗുകൾ ഉപയോഗിക്കുന്നു. പിന്നെയുള്ളത് ടു ഷോ പൊളൈറ്റ്നെസ് ഓർ ഫ്രണ്ട്ലിനെസ്. ഇതിലെല്ലാം തന്നെ നമുക്ക് കുറച്ചൊരു ഫ്രണ്ട്ലിനെസ്, കുറച്ചും കൂടി ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ടോക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ കുറച്ചൊരു പൊളൈറ്റ് ആയിട്ട് ചോദിക്കുന്ന രീതിയിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻ ടാഗുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളതെങ്കിൽ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇനി എന്താണ് പോസിറ്റീവ്, എന്താണ് നെഗറ്റീവ് എന്ന് വെച്ചാൽ, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നോയുടെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. അതായത് ആ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിക്കുമ്പോൾ അത് അല്ല, ഇല്ല എന്നൊന്നും ആയിരിക്കില്ല അതിന്റെ അർത്ഥം വരിക. ഓക്കെ, എല്ലാം ഒരു പോസിറ്റീവ് നോട്ടിലായിരിക്കും അത് അവസാനിക്കുന്നത്. അങ്ങനെ ഉള്ള സ്റ്റേറ്റ്മെന്റുകളാണ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്നത്. അങ്ങനെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റുകളോടൊപ്പം നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗുകളാണ് ഉപയോഗിക്കേണ്ടത്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ ഒരു ഇൻറ്റ് എന്നുള്ള സാധനം ഉണ്ടാവും. ഇൻറ്റ് എന്ന നോട്ടിനെ ഷോർട്ട് ഫോം ആക്കി നമ്മൾ ഇൻറ്റ് എന്ന് പറയുന്നത് ഇൻറ്റ് ഉണ്ടാവും. ഇവിടെ എക്സാമ്പിൾ ഷീ ഈസ് ഹാപ്പി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് അവൾ ഹാപ്പിയാണ്. അപ്പം അതിന്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരും? ഷീ ഈസ് നോട്ട് ഹാപ്പി എന്നുള്ള രീതിയിലാണ് വരിക. ഓക്കെ, അപ്പൊ അവിടെ നോട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊരു ഷീ ഈസ് ഹാപ്പി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ എന്തുണ്ടാവണം? നെഗറ്റീവ് ഉണ്ടാവണം. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഇതിനകത്ത് നിന്ന് ഓക്സിലറി വെർബ് കണ്ടെത്തണം. ഓക്കെ, എന്താണ് ഓക്സിലറി വെർബ് എന്ന് അറിയാത്തവരോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുൻപ് മാസ്റ്റർ ക്ലാസ്സിൽ ഇതിന് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ, അതായത് ക്ലാസ് നമ്പർ 5th നമ്മൾ ഓക്സിലറി വെർബുകളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ഇത് വീണ്ടും വന്ന് കണ്ടു നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഷീ ഈസ് ഹാപ്പി എന്നുള്ളതിന് ഓക്സിലറി വെർബ് ഈസ് ആണ്. അതുകൊണ്ട് ആ ഓക്സിലറി വെർബിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. അതിനുശേഷം ഷീ ഈസ് ഹാപ്പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇൻറ്റ് എന്ന് പറയുന്ന നെഗറ്റീവ് സാധനം ക്വസ്റ്റ്യൻ ടാഗിലേക്ക് കൊണ്ടുവരികയാണ്. അതിനുശേഷം സബ്ജക്റ്റ് എന്താണോ അത് നമ്മൾ എടുത്തെഴുതുകയാണ്. ഷീ ആണ് സബ്ജക്ട്, അത് എടുത്തെഴുതിയതിനു ശേഷം ഒരു ക്വസ്റ്റ്യൻ ടാഗ്. അങ്ങനെയാണ് ഈസിൻ ഷീ എന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതേപോലെ തിരിച്ചും ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ ഇൻറ്റ് ഉണ്ടാവില്ല. അതായത് ഇപ്പം ഷീ ഈസ് നോട്ട് ഹാപ്പി എന്നാണെങ്കിൽ അവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിട്ട് മാറും? ഈസ് ഷീ എന്നായിട്ട് മാറും. ഓക്കെ, ഇവിടുത്തെ ഹി ഈസ് ഇൻ ബിസി എന്ന് പറയുന്നിടത്ത് ഇൻറ്റ് എന്നുള്ളത് ഈസിൻറ്റ് എന്നുള്ള നോട്ട് എന്നുള്ള കൺസെപ്റ്റ് ആണുള്ളത്. അതുകൊണ്ട് ഇപ്പം ഈസ് ഷീ ആണ്, അവിടെ ഇൻറ്റിന്റെ ആവശ്യമില്ല. ഓക്കെ, അതായത് ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ത് ചെയ്യണം? അതിന്റെ സബ്ജക്റ്റിനെയും അതിന്റെ ടെൻസിനെയും നോക്കിയിട്ടാണ് നമ്മൾ ടാഗുകൾ വരുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി കുറച്ച് റൂൾസ് ഉണ്ട്. ഒന്നാമത്തെ റൂളാണ് യൂസ് ദ ഓക്സിലറി വെർബ് ഫോം ഓഫ് ദ മെയിൻ സെന്റൻസ്. നമ്മുടെ ആ സെന്റൻസിലുള്ള ആദ്യം നമ്മൾ ചെയ്യേണ്ടത്
ആ ഒരു എൻറ്റയർ സെന്റൻസിലുള്ള ഓക്സിലറി വെർബിനെ നമ്മൾ കണ്ടെത്തണം. അത് ഡു ആവാം, ഈസ് ആവാം, ഹാവ് ആവാം, ഹാസ് ആവാം, ഹാഡ് ആവാം, ഈസ്, ആമ്, ആറ്, അങ്ങനത്തെ ഏത് വാസ്, വേർ ഏതും ആവാം. ഓക്കെ. ഇനി അവിടെ ചില സെന്റൻസുകളിൽ ഓക്സിലറി വെർബുകൾ ഇല്ലാതെ സെന്റൻസ് ഉണ്ടാകാം. അങ്ങനെയുള്ള സെന്റൻസ് സമയങ്ങളിൽ നമ്മൾ ഡു, ഡസ്, ഡിഡ് ആണ് ഉപയോഗിക്കേണ്ടത്. എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ നമ്മളതിൽ വെർബിനെ കണ്ടെത്തുക. ആ വെർബിന്റെ ടെൻസിനനുസരിച്ച് അല്ലെങ്കിൽ ആ സെന്റൻസിന്റെ ടോട്ടൽ ടെൻസിനനുസരിച്ച് ആ ഒരു സെന്റൻസ് ഒരു പ്രസന്റ് ടെൻസിലുള്ള സെന്റൻസ് ആണെങ്കിൽ ഡു ചേർക്കുക. ആ ഒരു സെന്റൻസ് പാസ്റ്റ് ടെൻസിലുള്ളതാണെങ്കിൽ ഡിഡ് ചേർക്കുക. ഇനി ആ ഒരു വെർബിൽ എസ് ഓർ എസ്, അതായത് സിംഗുലർ വെർബ് ആണെങ്കിൽ അവിടെ നമ്മൾ അതായത് സിംഗുലറുമാണ്, അതേപോലെ തന്നെ ആ ഒരു സെന്റൻസ് പ്രസന്റ് ടെൻസിലുള്ളതാണെങ്കിൽ നമ്മൾ അവിടെ ഡുവോ ഡസോ ചേർക്കാം. ഓക്കെ. ദ സബ്ജക്ട് ഇൻ ദ ടാഗ് ഓൾവേസ് എ പ്രൊനൗൺ. അതുപോലെ തന്നെ ടാഗിലുള്ള സബ്ജക്റ്റ് ഒരു പ്രൊനൗൺ ആയിരിക്കും. അതായത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഭാഗം, അതായത് നമ്മുടെ ഓക്സിലറി വെർബിന് ശേഷം നമ്മളൊരു ഭാഗം കൂടി ഉണ്ടല്ലോ, 2 ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിന്. അതിൽ രണ്ടാമത്തെ ഭാഗം എപ്പോഴും ഒരു പ്രൊനൗൺ ആയിരിക്കും. അതുപോലെ തന്നെ ദ ടാഗ് മസ്റ്റ് മാച്ച് ദ വെർബ് ടെൻസ് ഇൻ ദ മെയിൻ സെന്റൻസ്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ സെന്റൻസ് അഥവാ നമ്മളുടെ മെയിൻ സ്റ്റേറ്റ്മെന്റിന്റെ ഏതാണോ ടെൻസ്, മെയിൻ സ്റ്റേറ്റ്മെന്റ് ഒരു പാസ്റ്റ് ടെൻസിലുള്ളതാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗും പാസ്റ്റ് ടെൻസിലായിരിക്കണം. അത് ഫ്യൂച്ചറിലാണെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലായിരിക്കണം. അതേപോലെ തന്നെ പ്രസന്റിലാണെങ്കിൽ പ്രസന്റ് ടെൻസിലായിരിക്കണം. ഇത് ടാഗും മെയിൻ സെന്റൻസിന്റെ ടെൻസും രണ്ടും മാച്ച് ചെയ്യണം. ഓക്കെ. ഇനി കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഷീ ഹാസ് ഗോൺ എന്നുള്ളൊരു സെന്റൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ടാഗ് കണ്ടെത്തേണ്ടതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിലുള്ള ഓക്സിലറിയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു, നമ്മുടെ ഓക്സിലറി എന്ന് പറയുന്നത് ഹാസ് ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ നമ്മൾ ഓക്സിലറി ഹാസ് ആണെന്ന് ഇവിടെ എടുത്തു. ദെൻ അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. ഷീ ഹാസ് ഗോൺ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അവൾ പോയി എന്നാണ് അർത്ഥം. അതിന് നെഗറ്റീവ് ഇല്ല അല്ലേ, അവൾ പോയി ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ. അപ്പം എന്ത് ചെയ്യണം? ഹാസിന്റെ കൂടെ നമ്മൾ ഇൻഡ് ചേർക്കണം. അപ്പൊ ഹാസിന്റെ ആയി. ഇനി നമ്മൾ ഇതിൽ കണ്ടെത്തുന്നത് നമ്മുടെ സബ്ജക്റ്റ് കണ്ടെത്തണം. സബ്ജക്റ്റ് ഷീ ആണ്, അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തണ്ട. അത് അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുന്നു, ഷീ എന്നായി. അങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് കിട്ടി, ഹാസ് ഇൻ ഷീ. ഓക്കെ. ഇനി നമ്മൾ രണ്ടാമത്തെ സെന്റൻസിലേക്ക് വരാം. രണ്ടാമത്തെ സെന്റൻസ് നമ്മൾ ഇതുപോലെ തന്നെ ആദ്യം നമ്മൾ ഇതിനകത്തുള്ള ഓക്സിലറി വെർബ് കണ്ടെത്തുകയാണ്. നമ്മുടെ ഇതിനകത്തുള്ള ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ആറാണ്. അപ്പൊ നമ്മൾ 6 കണ്ടെത്തി നമ്മൾ ആദ്യം എടുത്തെഴുതി. അതിനുശേഷം നമ്മൾ സെന്റൻസ് ഒന്നുകൂടി വായിക്കുകയാണ്. ദേ ആർ പ്ലേയിങ്, അർത്ഥം അവര് കളിക്കുന്നു അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അത് ഇവിടെ നെഗറ്റീവ് ഇല്ല, അതുകൊണ്ട് അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. സോ നമ്മൾ ഇപ്പുറം ഇൻറ്റ് ചേർക്കണമെന്ന് മനസ്സിലാക്കി. അങ്ങനെ നമ്മൾ 6 ഇൻറ്റ് കൊടുത്തു. പിന്നെ നമ്മൾ അടുത്ത് നോക്കുന്നത് സബ്ജക്ട് എന്താന്ന് നോക്കി. സബ്ജക്ട് ഇത് കിടക്കുന്നു, ദേ ആണ്, അതുകൊണ്ട് ആ ദേ നമ്മൾ ഇങ്ങോട്ട് എടുത്തെഴുതി. അങ്ങനെ 6 ഇൻറ്റ് ദേ എന്നായി. ഓക്കെ. അങ്ങനെയാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. നിങ്ങൾ ബാക്കിയുള്ളത് 8 ഉണ്ട്, ബാക്കിയുള്ള 6 നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ശരിയാകുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലുള്ള ക്വസ്റ്റ്യൻ ടാഗിനെ പറ്റിയിട്ടാണ്. ഇനി നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിലോ നോക്കാം. ഇവിടെ നമുക്ക് ബാക്കി ഒന്നും പറയുന്നില്ല. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇവിടെ താഴെ എക്സാമ്പിളിൽ കൊടുത്തിട്ടുള്ളടത്ത് നമുക്ക് കാണാം ഹി ഈസ് ഇൻ ദർ എന്ന് പറയുന്നിടത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിലുള്ള ഓക്സിലറി വെർബ് എന്താണ് നോക്കണം. അപ്പൊ ഇവിടെയുള്ള ഓക്സിലറി വെർബ് ഈസ് ആണെന്ന് മനസ്സിലായി. ഓക്കെ. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഇനി ഈ സെന്റൻസ്, ഈ ഒരു ഫുൾ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുമ്പോൾ ഹി ഈസ് ഇൻ ഹിയർ, അവൻ ഇവിടെ ഇല്ല എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് വേണ്ട? നോട്ട് വേണ്ട. അതുകൊണ്ട് ഈസ് മാത്രം മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താ നോക്കുന്നത്? ഇതിന്റെ സബ്ജക്ട് ഏതാ നോക്കി. സബ്ജക്ട് നമ്മൾ കണ്ടുപിടിച്ചു, അത് ഹീ ആണ്. ആ ഹീ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതി. അങ്ങനെ ഈസ് ഹീ എന്നെഴുതി ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ ടാഗുകൾക്ക് അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വേണം. നമ്മൾ PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമുക്ക് ഓപ്ഷൻസ് മാത്രം മതിയല്ലോ. പക്ഷെ നിങ്ങൾ മറ്റേതെങ്കിലും പരീക്ഷയൊക്കെ ഇപ്പം യൂണിവേഴ്സിറ്റി എക്സാമുകളൊക്കെ എഴുതുന്നവർക്ക് ഇതേ സെയിം കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ ടാഗ് എടുത്ത് എഴുതുന്ന സമയത്ത് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ മാർക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ അടുത്ത് നമുക്ക് നോക്കാം. ദേ ഡോണ്ട് നോ എന്ന് പറയുന്നതിനടുത്ത് നമുക്കറിയാം ഇവിടുത്തെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഡു ആണെന്നറിയാം. ഓക്കെ. അങ്ങനെ നമ്മൾ ഡു എടുത്തെഴുതി. ഇനി നമ്മൾ മൊത്തം സെന്റൻസ് എടുക്കുകയാണ്. ദേ ഡോണ്ട് നോ, അവർക്ക് അറിയില്ല എന്നാണ് അർത്ഥം. അതൊരു നെഗറ്റീവ് സെന്റൻസ് ആയിട്ട് വന്നു. അതുകൊണ്ട് നമുക്ക്
പോസിറ്റീവ് അല്ല, പോസിറ്റീവ് മതി. അപ്പൊ ഡു മാത്രം മതി. ദെൻ നമ്മൾ വീണ്ടും നോക്കുകയാണ്, സബ്ജക്ട് എവിടെ നോക്കുന്നു, സബ്ജക്ട് ദേ ഇവിടെ കിടക്കുന്നുണ്ട്, ദേ ആണ്. അപ്പൊ ദേ എന്നുള്ളത് അതുപോലെ എടുത്തെഴുതി ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. അപ്പൊ ഡു ദേ എന്ന് വരും. അടുത്തൊന്നുണ്ട്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇമ്പറേറ്റീവ് ആയിട്ടുള്ള ഇതിനെങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗുകൾ ഉപയോഗിക്കുന്നത് നോക്കാം. അതായത് ഒരു സെന്റൻസിൽ ഒരു സജഷനോ ഇൻസ്ട്രക്ഷനോ വളരെ പൊളൈറ്റ് ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ നമ്മൾ എന്താ ചോദിക്കുക? ഈ ഒരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അടുത്തൊരു സ്ലൈഡിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ഗോ ടു എനിവർ എന്ത് പറഞ്ഞാലും, ലെറ്റ്സ് ഗോ ടു സ്കൂൾ, ലെറ്റ്സ് ഗോ ടു എനിവർ 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 അങ്ങനെ വന്നാൽ വേറെ ഒന്നും ഓർക്കേണ്ട ആവശ്യമില്ല. അതിൽ ലെറ്റ്സിനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എഴുതേണ്ടത് ഷാൽ വി എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അടുത്ത സ്ലൈഡിൽ ഇത് സെയിം സാധനം കുറച്ചും കൂടി പറയുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിലെങ്കിലും ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ലെറ്റ്സ് ഗോയ്ക്ക് ശേഷം എന്തുണ്ടെങ്കിലും ലെറ്റ്സ് ഗോ എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഷാൽ വി ആയിരിക്കും, വേറെ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അടുത്ത രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ക്ലോസ് ദ ഡോർ, ഡോണ്ട് ബി ലേറ്റ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ഒരു ഇൻസ്ട്രക്ഷൻ ആണ് നമുക്ക് തരുന്നത്, അല്ലെ? ഒരു ഇൻസ്ട്രക്ഷൻ ആണ് നമുക്ക് തരുന്നത്. അങ്ങനെയുള്ള അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വില്യു, നമുക്കൊരു ഇൻസ്ട്രക്ഷൻ ആണ് നമുക്ക് തരുന്നതെങ്കിൽ അതിന് നമുക്ക് വില്യു എന്ന് ചേർക്കാം. ഇനി അതുപോലെ തന്നെ ഒരു സജഷൻ ആണെങ്കിൽ നമ്മൾ ഷാൽ ബി ചേർക്കും. ഓക്കെ, സജഷൻ, ഷാൽ ബി, ഇൻസ്ട്രക്ഷൻ, വില്യു. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ ടാഗിൽ തന്നെ കുറച്ച് സ്പെഷ്യൽ കേസുകൾ പറയാം. ഒന്നാമതാണ് അയാം വരുമ്പോൾ. ഓക്കെ, അയാം വന്നു കഴിഞ്ഞാൽ അയാം എന്ന് പറയുന്നത് എന്ന് തുടങ്ങുന്നതാണ് നമ്മളുടെ സെന്റൻസ് എങ്കിൽ അയാം എന്ന് പറയുന്നതില്ല, ആം എന്നുള്ള രീതിയിലാണ് സെന്റൻസ്. ആം നമ്മളെപ്പോഴും ഐയുടെ കൂടെ മാത്രമേ ചേർക്കും. അയാം എന്ന് തുടങ്ങുന്ന സെന്റൻസുകളാണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ആമിൻ്റെ ഐ ആയിരിക്കില്ല, പകരം ആറിൻ്റെ ഐ ആയിരിക്കും. ഓക്കെ, ആമിൻ്റെ ഐ ആയിരിക്കില്ല, പകരം ആറിൻ്റെ ആയിരിക്കും. പക്ഷെ അതേസമയം ഐ ആം നോട്ട് ദാറ്റ് വുമൺ എന്ന് പറയുമ്പോൾ ആം ഐ എന്നാണ് ചോദിക്കുക. അവിടെ നോട്ട് വന്നു കഴിഞ്ഞാൽ ആം തന്നെയാണ് വരിക. പക്ഷെ ഐ ആം മാത്രമായിട്ട് വരികയാണെങ്കിൽ ആറിൻ്റെ ഐ ആയിരിക്കും വരിക. ഉണ്ടോ? ഐ ആം ലേറ്റ്, ആറിൻ്റെ ഐ എന്നുള്ള രീതി. ഇനി നമ്മളുടെ സബ്ജക്റ്റ് ആയിട്ട് നോബഡിയോ എവ്രിബഡിയോ വന്നു കഴിഞ്ഞാൽ, അതായത് നോബഡി കെയിം എന്നോ അല്ലെങ്കിൽ എവ്രിബഡി കെയിം എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ലാസ്റ്റിൽ, അതായത് നമ്മുടെ ഓക്സിലറി വെർബിന് ശേഷം എഴുതുന്ന പ്രൊനൗൺ ഉണ്ടല്ലോ, അത് നോബഡി എന്നോ എവരിബഡി എന്നോ ആയിരിക്കില്ല, അത് ദേ ആയിരിക്കും. ഓക്കെ, അപ്പൊ നോബഡി എന്നോ എവരിബഡി എന്നോ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗിലുള്ള പ്രൊനൗൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദേ ആയിരിക്കും. നോബഡി, എവരിബഡി പോലുള്ള വാക്കുകൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗിലുള്ള പ്രൊനൗൺ എന്ന് പറയുന്നത് ദേ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നോബഡി കെയിം എന്നുള്ളതിന് ഡിഡ് ദേ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇവിടെ ഡിഡ് വന്നതെന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവും, ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് നോക്കൂ, നമ്മൾ നമ്മുടെ സെന്റൻസ് എടുക്കുകയാണ്. സെന്റൻസ് എടുക്കുമ്പോൾ ഇവിടെ എന്തില്ല, സെപ്പറേറ്റ് ഓക്സിലറി ഒന്നും അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മെയിൻ വെർബ് എടുക്കുകയാണ്. ഓക്കെ, മെയിൻ വെർബ് എന്ന് പറയുന്നത് കെയിം ആണ്. ഓക്കെ, കെയിം എന്ന് പറയുന്നത് കം എന്ന് പറയുന്ന വാക്കിന്റെ എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, അപ്പൊ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മളിവിടെ ഡിഡ് എടുക്കും. ഓക്കെ, ഇവിടെ കം എന്നായിരുന്നുവെങ്കിൽ നമ്മളിവിടെ ഡു ആയിരുന്നു എടുക്കുക. ഓക്കെ, ഇവിടെ കെയിം എന്നുള്ള, അതായത് ഒരു പാസ്റ്റ് ടെൻസിലുള്ള വേർഡ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഡിഡ് എന്ന് എടുത്തു. ഓക്കെ, പിന്നെ നോബഡി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ദേ എന്നാണ് ചെയ്യേണ്ടത്. സോ ദേ ഇവിടെ വന്നു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു നോക്കുക. ലെറ്റ്സ് വന്നു കഴിഞ്ഞാൽ ലെറ്റ്സ് ഗോ, ലെറ്റ്സ് കൂട്ടി എന്ത് വന്നു കഴിഞ്ഞാലും ഷാൽ വി ആണ് ചേർക്കേണ്ടത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിനെ പറ്റി പറയാനുള്ളത്. ക്വസ്റ്റ്യൻ ടാഗ് കുറച്ചും കൂടി എളുപ്പമുള്ള കാര്യമായിരിക്കും. നിങ്ങൾ എല്ലാവരും സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാക്കാൻ ഇത് സഹായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.